എൻ്റെ പേര് ജോർജ് കുട്ടി എന്നാണ്. ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഞാനിവിടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയായിരുന്നു. താൽക്കാലമായിട്ട് ചെറുതായിട്ടൊന്ന് നോക്കി വന്നതാണ്. അപ്പം പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റായി. പിന്നെ ഞാൻ ഇത് ശകലം കൂടുതലായി. ഇപ്പോൾ 80 ബെഡ് 100 ബെഡൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു തൊഴിലാണിത്, സ്വയം തൊഴിൽ. ഓക്കെ, വൈക്കോല് നല്ല ഉണങ്ങിയ വൈക്കോലാണ്. ഇത് കാൽസ്യം കാർബണേറ്റ് ആണ്. ഇതാണ് നമ്മൾ ഒഴിച്ച് 24 മണിക്കൂർ 24 മണിക്കൂർ നമ്മളിത് കുതിരാനായിട്ട് വയ്ക്കുകയാണ്. വെള്ളം നമ്മൾ നനച്ചു കൊടുക്കുമായിരിക്കും അല്ലേ? വെള്ളം നിറച്ചാണ്, വെള്ളമാണ് ഈ കാൽസ്യം കാർബണേറ്റും കൂടി ഒഴിച്ച്. ഇത് കാൽസ്യം കാർബണേറ്റ് ആണ്. ഇത് മൊത്തം ഇതിനകത്ത് ഒഴിച്ച് കുമ്മായം വെള്ളം നിറച്ച് ഇതിനെ വെക്കും നമ്മൾ. ഇത് നാളെ രാവിലെയാണ് നമ്മൾ ഇതിനെ എടുത്ത് പുഴുങ്ങും. പുഴുങ്ങിയിട്ട് ആ വെളുപ്പിനെ പുഴുങ്ങി കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു കെട്ടി നമ്മൾ മേളിൽ കൊണ്ടുപോയി ഉണങ്ങാനായിട്ടിടും. അപ്പോൾ ഇത് കാൽസ്യം കാർബണേറ്റും വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിർത്തതിന് ശേഷം നാളെ രാവിലെ ഇത് എടുത്തതിന് ശേഷം ഉണക്കുമല്ലേ? പുഴുങ്ങിയതിന് ശേഷം 50% ജലാംശം ഇതിനാവശ്യമാണ്. 50% ഉണക്കിയായിരിക്കും. അപ്പം മിക്സിങ് ആയിട്ട് മൊത്തം ഉണങ്ങി പോകരുത്. എന്നാൽ വെള്ളമയം ഒത്തിരി കാണുകയും പാടില്ല. അങ്ങനെയാണ് ഇനിയിപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബെഡ് ചെയ്യുന്നത്. അത് നമുക്ക് പിന്നെ കാണിക്കാം. ഓക്കെ, ഇതിട്ടേക്കുന്ന പായും ആ ബെഡ്ഷീറ്റും അണുയുക്തമാക്കിയതാണ്. കാരണം എന്നാന്ന് ഡെറ്റോൾ വെള്ളത്തിലാണ് നമ്മളത് മുക്കി ഉണങ്ങിയിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ ബൈക്കോലിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കണ്ടാമിനേഷൻ കയറാൻ സാധ്യത കൂടുതലാണ്. ഇന്നലെ നമ്മൾ എടുത്തതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമ്മൾ ഇന്നലെ ബക്കറ്റിനകത്ത് ഇട്ടിരുന്ന വൈക്കോലാണിത്. ഇത് പുഴുങ്ങി ഇത് ടെറസിൻ്റെ മേളിലിട്ട് ബ്ലീച്ച് ചെയ്ത് നന്നായിട്ട് ഉണക്കി എടുത്തേക്കുന്ന ആവശ്യത്തിന്. ഈ പരുവത്തിനായിരിക്കണം നമ്മുടെ വൈക്കോല് അണുവിമുക്തമാക്കി എടുത്തേക്കുന്നത്. ഇതിൻ്റെ മേളിൽ സ്വല്പം ഇത് നമ്മുടെ കുമ്മായപ്പൊടി അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് വിതറിയിട്ടുണ്ട്, ഈച്ചയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടി എപ്പോഴും നമ്മുടെ കൈകൾ കാലുകൾ എല്ലാം ഇങ്ങനെ ഡെറ്റോൾ വെച്ച് തുടച്ച് എടുത്ത്, ഡെറ്റോൾ തുടച്ച് വെള്ളമയം കാണില്ല, അത് ഉണക്കണം. ഉണങ്ങിക്കഴിഞ്ഞ് ഇതെല്ലാം ഡെറ്റോളിൽ മുക്കി വെച്ചിരിക്കുന്ന ഇത് വേറെ നമ്മൾ കൈ തൊടാൻ പാടില്ല. ഇതാണ് നമ്മുടെ വിത്ത്. ഇത് 300 ഗ്രാമാണ്. ഇത് 2 ബെഡിനുള്ളതാണ്. ഈ വിത്ത് നമ്മൾ എടുക്കുന്നത് ചെങ്ങന്നൂർ കൃഷിഭവനിൽ നിന്നാണ്. അവരുടെ വിത്താണ് ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതലും. പിന്നെ ആലപ്പുഴയിൽ നിന്ന് എടുക്കാറുണ്ട്, കൊമരകം കൃഷിഭവനിൽ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് വിത്ത്. ഇങ്ങനെ പൊടി പോലെ വരുവില്ല. വിത്തെന്ന് പറയുന്നത് ഈ മണിയല്ല വിത്ത്. ഇതിൻ്റെ പുറത്ത് ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂപ്പലാണ് വിത്ത്. ഇത് നെല്ലിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് എത്രയാണ് ഇന്ന് നമ്മളായിട്ടുള്ള പരിപാടി. അല്ലേ? നമുക്ക് ഓരോരുത്തരുടെ രീതിയിൽ ചെയ്യാവുന്നതാണ്. വൃത്തി വേണം. ആ
ആദ്യമൊക്കെ കുറേശ്ശെയൊക്കെ ചെയ്യുക. ഇത് നമുക്ക് സമൂഹത്തിൽ ഈ കൂണെന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് കൂടുതൽ കൊണ്ടുവരണം. പക്ഷേ ഇങ്ങനെ ഇതിൻ്റെ അടിവശം ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കണം. റബ്ബർ ബാൻഡ് ഇട്ട് ഇതുപോലെ ചെറിയ കൂടാണ്. ഇതിൻ്റെ വലിയ കൂട് വേണം, വലിയ കൂട് എടുക്കാം. എന്നിട്ട് തിരിച്ചെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇടുന്നത് അടിവശം റൗണ്ടിലിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് യൂറിയിൽ കെട്ടി തൂക്കുമ്പോൾ റൗണ്ടിലിരിക്കുവാണെങ്കിൽ താഴെ പോകാതെ നമുക്ക് വെള്ളമൊക്കെ സ്പ്രേ ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇപ്പം നമ്മുടെ ഇത്രയും ആയിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 10 മണി വെച്ചിട്ട് അടിയിൽ മേളിൽ നിന്ന് ഇത് ബൈക്കോല് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ അത് ഇച്ചിരി ലൂസായിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അത് ചുരുട്ടി ലൂസായിട്ടിരിക്കണം, ഒത്തിരി ടൈറ്റ് ആകരുത്. ഇതിനകത്ത് ഇങ്ങനെ ചുരുട്ടുമ്പം ഇതിനകത്ത് കമ്പ് പോലത്തേതോ കട്ടിയുള്ളതോ എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞേക്കണം. വെള്ളം കൂടുതലുള്ള വശം നമ്മൾ മിക്സ് ചെയ്ത് ഇതുപോലെ മിക്സ് ആക്കാം. ഓക്കെ അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഈ കറുത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കളയുന്നത് നല്ലതാണ്. ഇങ്ങനെ ചുരുട്ടിയിട്ട് നേരെ തിരിച്ചു വെക്കുക. ഇത് റൗണ്ടായിട്ട് അതിനകത്തിരിക്കത്തക്ക രീതിയിൽ വേണ്ടിയില്ലേ നടുവശം ഒന്ന് ലൂസാക്കി കൊടുക്കണം. കാരണം ഇച്ചിരി ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തിട്ട് കഴിയുമ്പോൾ അവന് ഇതിനകത്ത് കാർബൺ ഡയോക്സൈഡാണ്. വിത്തിട്ട് കഴിഞ്ഞാൽ ഉടനെ ഇതിനകത്ത് കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രവർത്തനം തുടങ്ങുക. ഇങ്ങനെ ആക്കിയിട്ട് വിത്ത് ഇതിൻ്റെ സൈഡിൽ കൂടി ഇട്ട് കൊടുക്കുക. നടുക്കിടരുത്, ഇത് ചിപ്പിക്കൂടാണ്. അപ്പം സൈഡിൽ കൂടെ ഇങ്ങനെ വിത്തിട്ട് കൊടുക്കുക. നടുവശം ഇങ്ങനെ ഇരിക്കും. വീണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ എടുത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്ത് ലൂസാക്കി ചുരുട്ടി അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ വെക്കുക. അടുത്ത സ്റ്റെപ്പ് അതുപോലെ തന്നെ റൗണ്ട് ആക്കിയിട്ട് ടൈറ്റാക്കി അകത്തോട്ട് വെച്ച് ഒരു ലെയർ എന്നിട്ട് വീണ്ടും അത് ലൂസായി വിത്തിട്ടതിന് ശേഷം അതിൻ്റെ മേളിൽ കൈകൊണ്ട് തൊടാൻ പാടില്ല. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇനി ഇതിനെ ശരിക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. വിത്തിടുന്നതിന് മുമ്പ് നമുക്ക് വൃത്തിയുള്ള കൈയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടുന്നതിന് കുഴപ്പമില്ല. വിത്തിട്ടതിന് ശേഷം നമ്മൾ കൈ നമ്മുടെ ശരീരഭാഗങ്ങളൊന്നും മുട്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പിടിയെടുത്ത് വീണ്ടും നമ്മൾ സൈഡിൽ കൂടെ ഇങ്ങനെ ഇടുക. സൈഡിൽ കൂടെ മാത്രം. ഇത് 2 ബെഡിനുള്ളതാണ് ഒരു കൂടെ വിത്ത്. നമ്മൾ വീണ്ടും നമ്മൾ ഒരു ലെയർ കൂടെ വെക്കുക. 3 ലെയർ ഉണ്ടല്ലേ? 4 ചിപ്പിക്കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഉണങ്ങിയ ഭാഗം കുറച്ചിട്ട് മിക്സ് ചെയ്ത് പിന്നെ അത്യാവശ്യം അതിലൊക്കെ കപ്പൊക്കെ കൊടുക്കാനും വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ വീട്ടിലിരിക്കുന്നവർക്ക് ചെറിയൊരു തൊഴിലും ആകും, ചെറിയ സമ്പാദ്യവും ആകും. ശ്രദ്ധ വേണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിന് കണ്ടാമിനേഷൻ കയറിയാൽ എല്ലാം പോകും. ഇത് ഒന്ന് വീണ്ടും നമ്മൾ വെച്ചു. വീണ്ടും നമ്മളതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് പ്രസ് ചെയ്യണം. ഇതിനകത്തെ ഓക്സിജൻ മുഴുവൻ വെളിയിൽ പോകണം.
തൽക്കാലം തൽക്കാലം ഞാൻ ചെയ്യുന്നത് ഇതിപ്പം ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 10-30 കുത്തിട്ട് കൊടുത്താൽ മതി. അതിൽ ഒരു 3-4 കുത്ത്. ഇതെല്ലാം ഡെറ്റോളിൻ്റെ അകത്ത് കുതിർത്ത് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നല്ല റൗണ്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വീണ്ടും ഒരു പിടി വിത്ത് നിക്ഷേപിക്കുകയാണ്. അത്രയും മതി. അപ്പം നമ്മുടെ ഒരു ബെഡ് ഏതാണ്ട് റെഡി ആയിരിക്കുകയാണ്. ഇത് എന്നെപ്പോലെയും മനോജിനെയും ഒക്കെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ പോരെ. ഇത് പ്രസ് ചെയ്ത് നന്നായിട്ട് കൊടുക്കണം. ഈ പ്രസ്സിങ്ങിനകത്ത് ഇതിനകത്തുള്ള ഓക്സിജൻ മുഴുവൻ വെളിയിൽ പോകണം. എന്നിട്ട് മേലിൽ ഏറ്റവും ലാസ്റ്റ് മേലിൽ ഒരു ശകലം വിത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. രണ്ടാം ഓക്കെ അല്ലേ? ഇനി ടൈറ്റ് കെട്ടണം. മേലിലും അതുപോലെ ഒരു 5-6 കുത്ത് ഇട്ട് കൊടുക്കുക. ഈ ഓക്സിജൻ മുഴുവൻ പൊക്കോളും. ഞാനിവിടെ ചരടാണ് ഉപയോഗിക്കുന്നത്. റബ്ബർ ബാൻഡ് ഇടുന്നത് ചിലർക്ക് അതായിരിക്കും ഇഷ്ടം, അതിട്ടോണുക. എനിക്ക് ചരടാണ് സൗകര്യം. ടൈറ്റായിട്ട് കെട്ടുക. ഇപ്പം നമ്മളുടെ ഒരു ബെഡ് റെഡിയാണ്. നല്ല ടൈറ്റാണ്. ഉണ്ടാവും ടൈറ്റായിട്ട്. ഇനിയും വേണ്ടുന്നത് നമുക്കിതിന് ഡേറ്റ് ഇട്ട് കൊടുക്കാം. എല്ലാം എല്ലാം വളരെ ഇതായിരിക്കും. നമ്മൾ രാവിലെ തന്നെ കുളിക്കുന്നത് തന്നെ മിക്കവാറും ഡെറ്റോളിനകത്താണ്. ചുമ്മാറിയ ഡെറ്റോളിനകത്തൊന്നുമില്ല കുളിക്കുന്നത്. സാധാരണ സോപ്പൊക്കെ ഇട്ടാണ്. ഇതാണ് ഡേറ്റ്. ഇന്ന് 12. ഡേറ്റ് ഇന്ന് 12 ആണല്ലോ അല്ലേ? 12/5/5. ഇത് ചിപ്പിക്കൂടാണ്. സീന്നിട്ടാൽ മതി. ഇതിന് എത്ര ദിവസം കഴിയണം ചേട്ടാ? ഇതിനി നമുക്ക് 15-നും 20-നും ഇടയ്ക്ക് നല്ലതായിട്ട് വൈറ്റ് കളർ വരും. ഓക്കെ ഓക്കെ. അതായത് ഇതേ സൈസിൽ തന്നെയുള്ള വൈറ്റ് കളറ് നമുക്ക് വരും. ഇനി അതിൻ്റെ സാമ്പിൾ ഇവിടെ ഉണ്ട്. നമുക്ക് നമ്മളുടെ പ്രാണികളും ഈച്ചകളും
ഒന്നും കയറാതെ വളരെ ശ്രദ്ധിക്കണം. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ നമ്മൾ നോക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. ഇതാണ് ഇത് ഞങ്ങൾ വെച്ചിട്ടിപ്പം 2 മാസം ഒക്കെ കഴിഞ്ഞ ബെഡുകളാണ്. ഇതിൽ നിന്ന് ഫലങ്ങളെല്ലാം കിട്ടി. എൻ്റെ അവിടെയൊക്കെ പൂക്കൾ നിപ്പുണ്ട് താഴെ. അങ്ങേറ്റത്തുണ്ട് അതവിടെ താഴെ അതിൻ്റെ മൊട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ വിളവ് ആദ്യത്തെ വിളവ് എടുപ്പിച്ചെല്ലാം തീർന്നതാണ്. ഇപ്പം രണ്ടാമത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതേ സൈസ് വരും. ഒരു 20 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഇതേ കളർ വരും. എന്നിട്ട് ഇതുപോലെ ഉറിയൽ കെട്ടി തൂക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കെട്ടിയിരിക്കുന്ന ബെഡ് നമുക്ക് വേറെ ഇരിപ്പുണ്ട്. അത് നമുക്ക് അതും കൂടെ കാണിക്കാം. അതുകൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. ഇത് വളരെ വേണ്ടത് ഏറ്റവും കൂടുതൽ ശുചിത്വമാണ് അല്ലേ? ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് ശുചിത്വമാണ്. അപ്പോൾ ഇത് ഞാൻ കയറിയപ്പോൾ തന്നെ എൻ്റെ കയ്യും കാലും ഒക്കെ അദ്ദേഹം എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഡെറ്റോളൊക്കെ അടിച്ച് നമുക്ക് അകത്ത് ഇരിക്കുന്നതും കൂടെ കാണാം. റൂമായിട്ടൊന്നുമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ സാധാരണ റൂമിനകത്ത് തന്നെ ഒരു റൂം അതിന് വേണ്ടിയിട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബെഡിൽ കെട്ടിയിരിക്കുന്നതാണ്. ഇതൊക്കെ പാൽക്കൂണാണ്. ഇത് പാൽക്കൂണിന്റെ വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കാവുന്നതാണ്. അത് ഒന്നുകൂടെ വിശദമായിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ ചിപ്പിക്കൂണാണ് ഇരിക്കുന്നത്. ഇത് മിൽക്കിയാണ്, ഇത് ചിപ്പിയാണ്, അടിയിലിരിക്കുന്നതെല്ലാം ചിപ്പിയാണ്, ഇതും ചിപ്പിയാണ്. ഇപ്പം നമുക്ക് ഇത് ലഘുവായിട്ട് നമ്മുടെ വീട്ടിലെ വലിയ ഡാർക്ക് റൂം ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ രീതിയിൽ നമ്മുടെ ആവശ്യത്തിനും ചെറുകിട ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ ആവശ്യം. കാരണം ഇത് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. കാരണം ഇതൊക്കെ ക്യാൻസറിന് ഏറ്റവും കൂടുതൽ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിനെക്കുറിച്ച് ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ശരി, ഓക്കെ, താങ്ക് യു. ഇത് നമ്മൾ രണ്ടാമത്തെ വിളവെടുപ്പിച്ചൊക്കെ കഴിഞ്ഞേച്ച് വെച്ചേക്കുന്നതാണ്. ഇനി ഇതിന് കുറേശ്ശെ ഇതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതുപോലെ കുറേശ്ശെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട് കേൾക്കാവും. ഇത് നമ്മൾ രണ്ടാമത്തെ കഴിഞ്ഞത് മൂന്നാമത് ഇങ്ങനെ കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അതുപോലെ തന്നെ ഇതിന് നമുക്ക് 3 പ്രാവശ്യത്തെ കിട്ടിയിട്ടുണ്ട്. ഇത് മൂന്നാമത്തേതാണ്. 3ഉം 4ഉം ഒക്കെ ഇതിന് കിട്ടിയിരിക്കുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ഷെഡിനകത്ത് തന്നെ ആക്കിയിരിക്കുക. അതൊക്കെ കുറഞ്ഞ കാലത്ത് പുറത്താക്കി ഇത് നമ്മളിങ്ങനെ എടുക്കുന്നതാണ്. ഇങ്ങനെ തിരിച്ചെടുത്താൽ മതി. അടി കൂട്ടി പിടിച്ച് ഇങ്ങനെ തിരിച്ച് എടുക്കും. ഒരു ബെഡാണ്. നമുക്കൊരു 10-200 ഗ്രാമോളം കാണും. വേണ്ട ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ നാളത്തേക്കിനായി വരുന്നതാണ്. നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വരും. ഇത് ആയി വരുന്നത് ഒക്കെ തീർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അടുത്ത നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ഈ ഷെഡിലേക്ക് നമ്മൾ ആക്കി. ഈ ഷെഡിലും ഒക്കെ ആക്കി നമുക്ക്